ഈ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ തട്ടിപ്പ് നമ്മളൊന്ന് പിന്നോട്ട് നോക്കുമ്പോൾ ഒരു സിനിമ കഥ പോലെ തന്നെ തോന്നും. ഒരു സിനിമ എങ്ങനെയാണോ അങ്ങനെയാണെന്ന രീതിയിൽ തോന്നും. കാരണം ഈ QR സ്കാൻ അത് മാറ്റിവെച്ചതിന് ശേഷം അവിടെ നിന്ന് ഇവർ അക്കൗണ്ടിലോട്ട് പൈസ മാറ്റുന്നു. അതിനുശേഷം ഇത് പരാതി വരുന്നു. പരാതി വന്നതിന് ശേഷം വീണ്ടും ഇവർക്കെതിരെ ആരോപണം ഉണ്ടാകുന്നു. തട്ടിക്കൊണ്ടു പോകുന്നു, പണം വാങ്ങി എന്ന് പറയുന്ന ആരോപണം വരുന്നു. അത്തരത്തിലുള്ള കുറേ ട്വിസ്റ്റുകൾക്കൊക്കെ ശേഷമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും സമഗ്രമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആദ്യമേ തന്നെ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരുന്നു ഇത് ജീവനക്കാരികൾ ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതാണ്. ഇവർ QR കോഡ് മാറ്റിവെച്ച് ഈ ദിയയുടെ സ്ഥാപനത്തിലെ QR കോഡ് മാറ്റിവെച്ചതിന് ശേഷം അവരുടെ QR കോഡ് വെച്ച് അങ്ങനെ പണം തട്ടിയെന്നാണ് പറഞ്ഞിരുന്നത്. 68 ലക്ഷം രൂപയോളം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞിരുന്നത്. പക്ഷേ അത്രയും തുക വന്നിട്ടില്ല. 30 ലക്ഷത്തോളം രൂപയാണ് ഇത്തരത്തിൽ ജീവനക്കാരികൾ തട്ടിയെടുത്തതെന്നാണ് പറയുന്നത്. അതൊരു പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് പരാതി വന്നതിന് ശേഷം ഏകദേശം 9 ലക്ഷം രൂപയോളം ആ സമയത്ത് തന്നെ നൽകിയിരുന്നു. അങ്ങനെ അത്തരം കണക്കുകളെല്ലാം പരിശോധിച്ച് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് പരിശോധിച്ച ശേഷമാണ് ഏകദേശം ഒരു 30 ലക്ഷത്തോളം രൂപ എന്ന രീതിയിലേക്ക് ക്രൈംബ്രാഞ്ച് ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ തട്ടിപ്പ് തുടങ്ങിയ സമയം മുതൽ അതിനുശേഷം ഇവർ അത് ചെയ്തിരുന്നെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ QR കോഡ് മാറ്റിവെച്ചു. അതിനുശേഷം പണം എടുക്കുന്നു. ഇവരുടെ 3 പേരുടെ അക്കൗണ്ടിലേക്കും വന്നിരിക്കുന്ന പണം ഇവർ 3 പേരും കൂടി പങ്കിട്ടെടുക്കുകയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ പണം ഉപയോഗിച്ച് സ്വർണവും അതോടൊപ്പം തന്നെ സ്കൂട്ടറൊക്കെ വാങ്ങുകയും ചെയ്തിരുന്നു. എന്തായാലും ആ പണം അതോടൊപ്പം തന്നെ സ്വർണ്ണമൊക്കെ വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്കൂട്ടർ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ വാങ്ങിയതൊക്കെ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായ തെളിവുകളും ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ പറയുന്ന ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്ന പൈസ സംബന്ധിച്ച വിവരങ്ങളാണ്. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ, അത് വിഡ്രോ ചെയ്തേക്കുന്ന വിവരങ്ങൾ, അത്തരം വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയിരിക്കുന്നത്. ഉടൻ തന്നെ ഈ മാസം അവസാനത്തോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് നൽകുമെന്നാണ് അറിയിക്കാൻ ചെയ്യുന്നത്. എന്തായാലും ഏറെ നാളുകൾക്ക് ശേഷം 3 മാസത്തോളം നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് ക്രൈംബ്രാഞ്ച് സംഘം റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് ആദ്യം അന്വേഷിച്ചിരുന്നത് മ്യൂസിയം പോലീസായിരുന്നു. തുടർന്ന് സാമ്പത്തികമായ ഒത്തിരി രേഖകളൊക്കെ പരിശോധിക്കേണ്ട ഒരു കേസാണ്. അതോടൊപ്പം തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിരവധി കേസുകൾ വരുന്ന ഒരു പോലീസ് സ്റ്റേഷൻ കൂടിയാണ്. സെക്രട്ടേറിയറ്റ് ഒക്കെ ഉൾപ്പെടെ ഇരിക്കുന്ന ആ പരിസരത്ത് വരുന്ന ഒരു സ്റ്റേഷനാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് വരുന്ന പരാതികൾ, മറ്റ് പരാതികൾ, അങ്ങനെ വർണ്ണതലത്തിലുണ്ടാകുന്ന പല കാര്യങ്ങൾ പോലും അത്തരത്തിൽ പരാതികൾ പോലും നിരന്തരം വരുന്നൊരു സ്റ്റേഷനാണ് എന്നുള്ളതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കൃഷ്ണകുമാറിന്റെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കാരണം 68 ലക്ഷത്തോളം രൂപയെന്ന് പറയുമ്പോൾ അതിൽ അത്രയും കണക്ക് ഇതിൻ്റെ അകത്ത് വരുന്നില്ല. അങ്ങനെയാണെന്നെങ്കിൽ അവിടെ പ്രതികരണം എന്താണെന്ന് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 3 മാസത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയിരിക്കുന്നത്.